നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 24. പതിനാറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ ശ്രീരാമൻ ഖരനെ നേരിടാൻ സജ്ജനാവുകയാണ്. എൻ്റെ സ്വർണം പൊതിഞ്ഞ വില്ലുകൾ യുദ്ധത്തിനായി തുടിക്കുന്നുവെന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു. ഈ കാണുന്ന ദുശകനങ്ങളുടെ എല്ലാം അർത്ഥം നമുക്കാണ് ജയമെന്നാണ്, അതിന് സംശയമില്ല. അത് ലക്ഷ്മണൻ്റെ വളരെ സന്തോഷം സ്ഫുരിക്കുന്ന മുഖം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവർക്കാണ് ജയമെന്ന് ലക്ഷ്മണൻ്റെ പ്രസന്ന മുഖം കണ്ടാൽ മനസ്സിലാകുമെന്ന് ശ്രീരാമൻ അനുജനെ പുകഴ്ത്തി പറയുന്നു. അനുജനോടുള്ള സ്നേഹം പ്രകടമാക്കുന്നു. എന്നിട്ട് കുറച്ച് ശങ്കയോടുകൂടി ലക്ഷ്മണനോട് പറയുന്നു, സീതയെ കൂട്ടി വില്ലുമെടുത്ത് ശൈലഗുഹയിലേക്ക് പോവാനായി. അത് ലക്ഷ്മണൻ അനുസരിക്കുമോ എന്ന് ചെറിയൊരു സംശയം ശ്രീരാമനുണ്ടെന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമാകുന്നുണ്ട്. നീ വളരെയധികം ബലവാനും ശൂരനുമാണ് എങ്കിലും നീ മാത്രം മതി ഖരനെ ജയിക്കാൻ എന്നെനിക്കറിയാമെങ്കിലും നീ ഞാൻ പറയുന്നത് ഇപ്പോൾ കേൾക്കണം. സീതയും കൂട്ടി ദയവായി ഗുഹയിലേക്ക് പോകുക. ഇപ്പോൾ ഞാൻ ഇവരോട് യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു. ജ്യേഷ്ഠൻ പറഞ്ഞാൽ അതിന് മറുവാക്കില്ലാത്ത ലക്ഷ്മണൻ കുറച്ച് ഇഷ്ടക്കേടോടുകൂടിയാണെങ്കിലും സീതയെയും കൂട്ടി ഗുഹയിലേക്ക് പോകുന്നു. ലക്ഷ്മണനെ യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിലും ജ്യേഷ്ഠൻ്റെ വാക്ക് അനുസരിച്ചേ പറ്റുകയുള്ളല്ലോ. അതുകൊണ്ട് ഗുഹയിലേക്ക് പോകുന്നു. അപ്പോൾ ശ്രീരാമൻ ഹാവു എന്നൊരു ദീർഘനിശ്വാസം വിടുന്നു. എൻ്റെ അനുജൻ ഞാൻ പറഞ്ഞത് അനുസരിച്ചല്ലോ എന്ന് സമാശ്വസിക്കുന്നു. ശ്ലോകം 17. സ തേനാഗ്നിനികാശേന കവചേന വിഭൂഷിതഃ ബഭൂവ രാമസ്തിമിരേ മഹാൻ അഗ്നിരിവോത്ഥിതഃ. അഗ്നിപ്രഭമായ ചട്ടയിട്ട് നിൽക്കുന്ന രാമൻ കൂരിരുട്ടിൽ പുകയില്ലാത്ത അഗ്നിജ്വാല എന്ന പോലെ വർത്തിച്ചു. ശ്ലോകം 18. ന ചാപമുദ്യമ്യ മഹാഛരാനാദായ വീര്യവാൻ സംഭൂവാസ്ഥിതസ്തത്ര ജാസ്വനൈ പൂരയൻ ദിശഃ. വമ്പൻ വില്ലുയർത്തി ശരങ്ങളെടുത്ത ആ വീര്യവാൻ ദിക്കുകളിലെല്ലാം നിറഞ്ഞ് മുഴങ്ങുമാറ് ഞാണലിട്ടുകൊണ്ട് നിന്നു. ശ്ലോകം 19. തതോ ദേവാസ ഗന്ധർവ സിദ്ധാച്ഛ സഹചാരണൈകൈ സമേയുച്ഛ മഹാത്മാനോ യുദ്ധദർശനകാംക്ഷയാം. അപ്പോൾ യുദ്ധം കാണാൻ ആഗ്രഹിച്ചും കൊണ്ട് ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും ചാരണന്മാരുമായ എല്ലാ മഹാത്മാക്കളും വന്നെത്തി. ശ്ലോകം 20. ഋഷയച്ഛ മഹാത്മാനോ ലോകേ ബ്രഹ്മർഷി സത്തമാഹ സമേത്യ ചോചു സഹിതാസ്തേ അന്യോന്യം പുണ്യകർമ്മണ. 20ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം, മഹാന്മാരായ ഋഷികുമാർ ബ്രഹ്മർഷി സത്തമന്മാർ എന്നീ പുണ്യ കർമാത്മാക്കൾ എല്ലാവരും കൂടി നിന്ന് അന്യോന്യം ഇങ്ങനെ പറഞ്ഞു. ശ്ലോകം 21-22.
ചക്രഹസ്തോ യഥാ യുദ്ധേ സർവാനസുരപുങ്കവാൻ ഏവമുക്ത്വാ പുനഃ പ്രോജുർ ആലോക്യ ച പരസ്പരം. ശ്ലോകം 22. ചക്രഹസ് 21ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. സ്വസ്തി ഗോബ്രാഹ്മണാനാം ച ലോകാനാം ചേതി സംസ്ഥിതാഃ ജയതാം രാഘവോ യുദ്ധേ പൗലസ്ത്യാൻ രജനീചരാൻ. ശ്ലോകം 22. ചക്രഹസ്തോ യഥാ യുദ്ധേ സർവാനസുരപുങ്കവാൻ ഏവമുക്ത്വാ പുനഃ പ്രോജുർ ആലോക്യ ച പരസ്പരം. 21, 22 ശ്ലോകങ്ങളുടെ അർത്ഥം. ഗോബ്രാഹ്മണർക്കും സമസ്ത ലോകർക്കും സ്വസ്തി ഭവിക്കട്ടെ. രാഘവൻ പൗലസ്ത്യരായ രജനീചരന്മാരോടുള്ള യുദ്ധത്തിൽ വിജയിക്കട്ടെ. ചക്രപാണിയായ വിഷ്ണു അസുരപുങ്കവന്മാരെ എന്ന പോലെ. ഇങ്ങനെ ജയം ആശംസിച്ചിട്ട് അന്യോന്യം നോക്കിക്കൊണ്ടവർ വീണ്ടും പറഞ്ഞു. ശ്ലോകം 23. ചതുർദശസഹസ്രാണി രക്ഷസാം ഭീമകർമ്മണാം ഏകച്ഛ രാമോ ധർമാത്മാ കഥം യുദ്ധം ഭവിഷ്യതി. ധർമാത്മാവായ ശ്രീരാമൻ ഒറ്റയ്ക്കാണ്. ഭീമകർമാക്കളായ രാക്ഷസരാകട്ടെ 14,000. യുദ്ധം എങ്ങനെ ആവുമോ എന്തോ. ശ്ലോകം 24. ഇതി രാജർഷയ സിദ്ധ സഗണാച്ഛ ദ്വിജർഷഭാഘ ജാത കൗതുകലാസ്തസ്തുർ വിമാനാസ്താച്ഛ ദേവതാഃ. ശ്ലോകം 24ന്റെ അർത്ഥം. ഇപ്രകാരം രാജർഷികളും സിദ്ധന്മാരും കൂട്ടം കൂട്ടമായി ദ്വിജശ്രേഷ്ഠന്മാരും ആകാശത്ത് വിമാനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദേവന്മാരും കൗതൂഹലത്തോടെ നോക്കി നിന്നു. ശ്ലോകം 25. ആവിഷ്ടം തേജസാ രാമം സംഗ്രാമ ശിരസി സ്ഥിതം ദൃഷ്ട്വാ സർവാണി ഭൂതാനി ഭയാത് വിവ്യധിരേ തദാ. ദൃഷ്ട്വാ സർവാണി ഭൂതാനി ഭയാത് വിവ്യധിരേ തദാഹ. യുദ്ധസന്നദ്ധമായി നവതേജസ്സാൽ ആവിഷ്ടനായി നിൽക്കുന്ന രാമനെ കണ്ടിട്ട് സമസ്ത ജീവജാലങ്ങളും പേടിച്ച് അരണ്ടു. 25 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. സർഗം 24. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.